ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. എന്നാ പിന്നെ ഞാൻ പറഞ്ഞ ഫിനാൻഷ്യൽ ഏജൻസി ഇല്ലേ, അവരെ ഇന്നൊന്ന് പോയി കാണാം. നമുക്ക് ഇറങ്ങിയാലോ? പോവാം. നിത്യ ഇപ്പൊ വരണ്ട. ഹരി മാത്രം എന്റെ കൂടെ വരട്ടെ. ഇത്രയും പറഞ്ഞ കാര്യങ്ങള് നിങ്ങൾക്ക് ആർക്കെങ്കിലും എതിർപ്പുണ്ടോ? ഞങ്ങൾക്ക് ഒരു എതിർപ്പുമില്ല. ഞങ്ങൾ ഹരിയുടെ പിന്നിലുണ്ട്. എന്നാ പിന്നെ ഉത്തര വരട്ടെ. നമുക്ക് നമ്മുടെ തീരുമാനങ്ങൾ ഉത്തരയോട് പറയാം. മുന്നോട്ടുള്ള കാര്യങ്ങൾ തീരുമാനിക്കുന്നത് അവരാണല്ലോ. അവര് വരട്ടെ. ഹരിസാറ് സ്റ്റാർട്ടാക്കാൻ പോകുന്ന ബിസിനസ് വന്ന് പെരുസായിരിക്കും ഇല്ല? അങ്ങനെയാ പറഞ്ഞത്. ഹരിസാറ് നല്ല മനിതനാണമ്മ. അവരെ പറ്റി മാത്രം നനയ്ക്കാതെ നമ്മെ പറ്റി, നമ്മ വീടെ പറ്റി എല്ലാം യോസിച്ച് എല്ലാം ചെയ്വാറ്. തിരുമ്പി പാടത്തേക്ക് പോയപ്പോ അങ്ങേ ഇരിക്കുന്നവരെ പറ്റി നനച്ചാച്ച്. അതൊക്കെ വലിയ മനുഷ്യരുടെ ലക്ഷണങ്ങളാ. ആമാ. ഹരി ഒരുപാട് കഴിവുള്ള ഒരു ചെറുപ്പക്കാരനാണ്. ഹരിയോളം അറിവും പക്വതയൊക്കെ ഉള്ളവര് ഒരുപാടൊന്നും ഉണ്ടാവില്ല. നീ പറഞ്ഞതുപോലെ കൂടെയുള്ളവരെ കുറിച്ച് ചിന്തിക്കുക എന്ന് പറഞ്ഞ ചെറിയ കാര്യമൊന്നുമല്ല. ഹരിക്ക് മണ്ണിനെ കുറിച്ച് നന്നായിട്ടറിയാം. ഒരു കാലത്ത് മണ്ണിൽ പൊന്നു വിളയിച്ചവനാ. കൃഷി ചെയ്ത് തളർന്നവർക്ക് അവനൊരാശ്വാസമായിരിക്കും. അമ്മ, എന്നോട് മനസ്സില് എന്താണ് തോന്നിയെന്ന് അറിയാമോ? ഹരിസാർ ഇങ്ങ ഇരുന്ന് ഓരോ സ്റ്റെപ്പ് ഏറി ഏറി അങ്ങ് വാനം വരെ പോകും. പോണം. ആകാശം മുട്ടുന്ന ഉയരത്തിൽ ഹരി വളരണം. എന്നെങ്കിലും ഒരിക്കൽ പകരം ചോദിക്കാനായാലും പ്രായശ്ചിത്തം ചെയ്യാനായാലും ജീവൻ തിരിച്ചു വരുമ്പോ അവന് കണ്ണെത്താത്ത ദൂരത്തായിരിക്കണം ഹരി നിൽക്കേണ്ടത്. അപ്പൊ ആര് ജയിക്കുമെന്ന് നിനക്കറിയോ? തെരിയും. ഹരിസാർ അല്ല ശരവണ, ഹരി വളരുമ്പോ ജയിക്കുന്നത് നിത്യയാണ്. അവള് കരഞ്ഞു തീർത്തതിന്റെ കൂലി ദൈവം അവൾക്ക് കൊടുക്കാൻ തീരുമാനിച്ചിരിക്കുന്നത് ഹരിയിലൂടെയാണ്. എന്തായാലും ഉത്തര തുറന്നിട്ടിരിക്കുന്ന മാർഗം ചെറുതല്ല. നീ കാർഷിക വിപ്ലവം എന്ന് കേട്ടിട്ടുണ്ടോ? ഇല്ലേ, അതെന്നമാ? ഇവിടെ പറയുന്നതാണ്. അപ്പടിയാ? ഒരു നാടിന് വേണ്ട എല്ലാ കാര്യങ്ങളും കൃഷി ചെയ്തെടുക്കുക. ഏറ്റവും അന്തസ്സോടെ കർഷകൻ ജീവിക്കുക. അതാണ് അതിന്റെ ഉദ്ദേശം. ഹരിയുടെ ലക്ഷ്യവും അതാണ്. എന്ന് പറഞ്ഞാ ഈ അടുക്കളയ്ക്കും വീടിനൊക്കെ പുറത്ത് അവൻ വലിയൊരു ലോകം കെട്ടിപ്പടുക്കാൻ പോവാണ്. ഇപ്പൊ ഒരാളവക്ക് തെരിഞ്ഞിരിക്കേ. ബാക്കി എന്താ സംഭവിക്കാൻ പോകുന്നേന്ന് നീ കൺമുമ്പിൽ കണ്ടാ മതി. ഇനി ഹരിയുടെ കാലമാണ്. ആമാ, കണ്ടിപ്പാ.
ഞാൻ വൈകിയോ? ഏയ് ഇല്ല, എന്തായി തീരുമാനം? ഞങ്ങൾ ഇവരോടൊക്കെ സംസാരിക്കായിരുന്നു. ഇവർക്കൊക്കെ സമ്മതം. ഹരിയുടെ പിന്നിൽ നിൽക്കാനാണെങ്കിൽ ഒരാൾക്കും ഒരു കുഴപ്പമില്ല. അപ്പൊ പിന്നെ എങ്ങനെ മുന്നോട്ട് പോവാൻ നിങ്ങൾ തീരുമാനിച്ചല്ലോ? ഉത്തര, താൻ ഇതിനെക്കുറിച്ച് നല്ല രീതിയിൽ പഠിച്ച ഒരാളാ. ഇതിലെ റിസ്ക് ഫാക്ടറൊക്കെ ഉണ്ടാവുമല്ലോ, അതുകൂടി ഒന്ന് പരിഗണിക്കണം. ഹരി, ഏത് കാര്യത്തിലും റിസ്ക് ഉണ്ട്. ഉം. നല്ലത് അന്വേഷിച്ച് നടക്കുന്ന ആളുകളുടെ വിശ്വാസമാണ് നമ്മളെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. കുറച്ചു കാലം മുമ്പോട്ട് പോകുമ്പോ നമുക്കിതൊരു സൊസൈറ്റി ആയിട്ട് രജിസ്റ്റർ ചെയ്യാം. സാധാരണ സഹകരണ സംഘങ്ങൾ പ്രവർത്തിക്കുന്ന പോലെയൊക്കെ പ്രവർത്തിക്കാനും പറ്റും. അത്യാവശ്യം വേണ്ട വായ്പകള്, കുടിവെള്ളം, വിദ്യാഭ്യാസം, വിവാഹത്തിന്, അതൊക്കെ എല്ലാവർക്കും എത്തിക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ്. അല്ല, ഏതായാലും എല്ലാം തീരുമാനിച്ച സ്ഥിതിക്ക് അതിനൊരു പേര് വേണ്ടേ? ഉത്തര, എന്റെ മനസ്സിലൊരു പേരുണ്ട്. അതൊരു സാധാരണ പേരാ, നമ്മുടെ ആളുകൾ എന്നും പറയുന്നൊരു വാക്കാ. ഹരി പറയേ. നന്മ. നന്മ ഒരു കാർഷിക കൂട്ടായ്മ. അത് കൊള്ളാലോ. അതെന്തായാലും കൊള്ളാം. കൊള്ളാം. ഈ മണ്ണിനെ സ്നേഹിക്കുന്ന ഒരു കവിയിട്ട പേരല്ലേ? എങ്ങനെയാ മോശം വരുന്നേ? നിത്യമോളെ, എന്താ അഭിപ്രായം? വളരെ നല്ല പേരാ. കേൾക്കുന്നവർക്കൊക്കെ നല്ല ഇഷ്ടാവും. എന്നാ പിന്നെ ഔദ്യോഗികമായി നമുക്കത് അംഗീകരിച്ചാലോ? നന്മ ഒരു കർഷക കൂട്ടായ്മ. അതാണ് ഇനി മുതൽ നമ്മുടെ സംഘത്തിന്റെ പേര്. ഹരി, എന്നാ പിന്നെ ഞാൻ പറഞ്ഞ ഫിനാൻഷ്യൽ ഏജൻസി ഇല്ലേ, അവരെ ഇന്നൊന്ന് പോയി കാണാം. നമുക്ക് ഇറങ്ങിയാലോ? പോവാം. നിത്യ ഇപ്പൊ വരണ്ട. ഹരി മാത്രം എന്റെ കൂടെ വരട്ടെ. ഞങ്ങൾ പോയി കാര്യങ്ങൾ ഒരു ധാരണയാക്കിയ ശേഷം നമുക്ക് എല്ലാവർക്കും കൂടി അവരെ പോയി പരിചയപ്പെടാം. നിത്യ, എങ്കിൽ പിന്നെ ഞങ്ങൾ തന്നെ വീട്ടിൽ വിട്ടിട്ട്. വേണ്ട, കുഴപ്പമില്ല. നിങ്ങൾ പോയിട്ട് വാ. ഹരി വാ. എല്ലാരും ഇങ്ങോട്ടൊന്ന് വന്നേ. വാ 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 വാ.